അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവ ആരാധനയ്ക്ക് പറ്റിയതല്ലെന്ന് തെളിയിച്ച കഥയെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദമാക്കിയിരിക്കുന്നു. അവർ പറഞ്ഞു, ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ ഇലാഹുകളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അവയിൽ നിന്നുള്ള വലിയതാണ് അത് ചെയ്തിരിക്കുക. അവയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ, അവ പറയുമെങ്കിൽ പറയട്ടെ എന്ന് മറുപടി കൊടുത്തു. അവർ തല താഴ്ത്തി, അവ സംസാരിക്കയില്ലെന്ന് നിനക്കറിയാമല്ലോ എന്ന് അവർ സമ്മതിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാതെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്തതും ദോഷമേൽപ്പിക്കാത്തതുമായ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളുടെയും നിങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആരാധിക്കുന്ന വസ്തുക്കളുടെയും സ്ഥിതി വളരെ അത്ഭുതം തന്നെ. ഈ ചോദ്യോത്തരങ്ങൾ കൊണ്ട് അവർ നിശബ്ദരായെങ്കിലും സത്യത്തെ സ്വാഗതം ചെയ്യുന്നതിന് പിന്നെയും അവർ തയ്യാറായില്ല. അവർ ഇങ്ങനെ ആർത്തു വിളിച്ചു, ഇവനെ കരിച്ചു കളയണം, നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുകയുമാണ് നിങ്ങളുടെ ചുമതലയെങ്കിൽ അത് ചെയ്യുകയാണ് വേണ്ടത്. ഇവനെ ശിക്ഷിക്കേണ്ടതിന് ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി ആ അഗ്നികുണ്ഡത്തിലിട്ട് ഇവനെ നിങ്ങൾ ശിക്ഷിക്കണം. ഇങ്ങനെ ഇബ്രാഹിം നബിയെ ശിക്ഷിക്കേണ്ടതിന് ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കാൻ നമ്രൂദും അനുചരന്മാരും തയ്യാറായി. അഗ്നികുണ്ഡം നിർമ്മിക്കേണ്ടതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പർവ്വതത്തിൻ്റെ തായ്വാരത്തെ അവർ തെരഞ്ഞെടുത്തു. അവിടെ അതിഭയങ്കരമായ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കി. അതിന് 60 ഗജം ആഴമുണ്ടായിരുന്നു. അതിൽ വിറക് നിറക്കുവാൻ രാജാവ് പ്രജകൾക്കെല്ലാം സന്ദേശം അയച്ചു. അവരോരോരുത്തരും എന്തോ ഒരു പുണ്യകർമ്മം ചെയ്യുന്ന രൂപത്തിൽ അതിലേക്ക് വിറക് കൊണ്ടുവന്ന് നിറക്കാൻ തുടങ്ങി. 1 മാസത്തെ പരിശ്രമം കൊണ്ട് ആ വലിയ അഗ്നികുണ്ഡത്തിൽ വിറക് നിറഞ്ഞു. അനന്തരം രാജാവിൻ്റെ ഉത്തരവ് ലഭിച്ചപ്പോൾ ആ അഗ്നികുണ്ഡത്തിൽ തീ കൊളുത്തി. അഗ്നികുണ്ഡത്തിൽ ധാരാളം നെയ്യ് പകർന്നിട്ടുള്ളത് കൊണ്ട് അത് കത്തിജ്വലിക്കാൻ വലിയ താമസമുണ്ടായിരുന്നില്ല. 7 ദിവസമായപ്പോഴേക്ക് അഗ്നിജ്വാല അത്യുഗ്രമായി ആളിക്കത്താൻ തുടങ്ങി. വളരെ ഉയരത്തിലും വിസ്തൃതിയിലും ജ്വാല വ്യാപിച്ചിരുന്നത് നിമിത്തം അടുത്തെങ്ങും ആർക്കും നിൽക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ കിലോമീറ്ററുകൾ ദൂരത്തു കൂടി പറന്നുപോയ പക്ഷികൾ പോലും ആ തീനാളത്തിൽപ്പെട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇബ്രാഹിം നബിയെ കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ അഗ്നികുണ്ഡത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെ വലിച്ചിടുമെന്ന് അവർക്ക് ഇബ്ലീസ് വന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവർ തെറ്റുവില്ലുണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് അദ്ദേഹത്തെ എഴുതി വിടുകയാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് അള്ളാഹു തീയിനോട് പറഞ്ഞത്, കുൽന യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് നീ
ശൈത്യവും രക്ഷയുമായി കൊള്ളണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു പൊള്ളലേൽക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ തീക്ക് കഴിഞ്ഞില്ല. അതിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൂർണ്ണമായി ആ തീയിൽ കത്തി അമർന്നിട്ടുണ്ടാകുമെന്ന് കരുതി നമ്രൂദ് അവിടെ സന്ദർശിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്രൂദിൻ്റെ കൂടെ ആ സമയത്ത് ഈ അഗ്നികുണ്ഡം സന്ദർശിക്കാൻ, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഈ അഗ്നികുണ്ഡത്തിലിട്ട് ദഹിപ്പിച്ചത് കാണാൻ വേണ്ടി നമ്രൂദിൻ്റെ കൂടെ അയാളുടെ മകളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അഗ്നികുണ്ഡത്തിൽ സുഖമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇബ്രാഹിമിൽ വിശ്വസിച്ചുകൂടെ? ഇത് കേട്ട് പിതാവ് ഒന്നും മിണ്ടിയില്ല. ഉടൻ തന്നെ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും ഇബ്രാഹിം അവൻ്റെ ദൂതനാണെന്നും അവൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ക്രുദ്ധനായ നമ്രൂദ് ഈ മകളെ കൊല്ലാൻ വിധിക്കുകയാണ്. എങ്കിലും പെട്ടെന്നൊരു കാറ്റടിച്ചു. ആ കാറ്റ് അവളെ കാഫ് മലയുടെ ഉപരിഭാഗത്ത് കൊണ്ടുപോയി വിട്ടത് കൊണ്ട് നമ്രൂദിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കേണ്ടി വന്നില്ല. നബി അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ നമ്രൂദിൻ്റെ ആളുകളിൽ പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യയായി തീർന്ന ഹസ്രത്ത് സാറയും ഉണ്ടായിരുന്നു. ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായത്തിൽ ഹസ്രത്ത് ലൂത്ത് നബിയും അക്കൂട്ടത്തിൽ ഒരാളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതൃവ്യപുത്രനാണ്. ഹസ്രത്ത് സാറയുടെ പിതാവും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സാറ ബീവിയും പിതാവ് ഇബ്രാഹിം നബിയുടെ മറ്റൊരു പിതൃവ്യനാണെന്നും അദ്ദേഹത്തിന് ഹാറാൻ അക്ബർ എന്ന് പേരായിരുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ ഇവർക്കെല്ലാം കിസ്സകളുടെ നിലപാടില്ലാത്ത ചരിത്ര ലക്ഷ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കണം. ഹാറാൻ അക്ബർ സ്വന്തം പുത്രിയായ സാറാ ബീവിയെ ഇബ്രാഹിം നബിയുടെ ശരീഅത്ത് അനുസരിച്ച് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് കഥകളിൽ പറയുന്നത്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.